ിക്കും രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പുകൾ, രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടുകൾ, രാഹുൽ ഗാന്ധി എന്ന നെപ്പോക്കിറ്റിനെ പറ്റി ഞാൻ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കും. കേരളത്തിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചാലൊന്നും എനിക്ക് ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പച്ച മലയാളത്തിൽ പച്ചവെള്ളം പോലെ വ്യക്തവുമാണ്. അപ്പൊ കേരളത്തിൽ 19 സീറ്റാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. അതായത് LDF ആയാലും UDF ആയാലും ഇവര് അലയൻസ് ആയിട്ടാണല്ലോ. അങ്ങനെ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് കിട്ടും എന്ന് നിങ്ങൾ നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്തൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഫോളോവേഴ്സിനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മീഡിയക്കാർ ചെയ്യുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ മോദിയെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വിമർശിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഹമാസ് പോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെ നമ്മൾ വെള്ളപൂശിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെള്ളപൂശുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ മോദിയെ മാത്രം ഫോക്കസ് ചെയ്യണം? അപ്പൊ ഞാനത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കേരളത്തിലെ മീഡിയ മോദിയാണ് ഫോക്കസ് ചെയ്യുന്നത്, കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഫോക്കസ് ചെയ്യുന്നത് മോദിയാണ്, കേരളത്തിൽ BJP എന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമാണ്, അതിനപ്പുറത്തേക്കുള്ള ആൾക്കാർ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് മോദിയാണ്. ഇതിനിടയിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളാണ് ആര്? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അപ്പം നമ്മൾ വിമർശിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ അത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയ മറ്റൊരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. ജനിച്ചപ്പോൾ മുതൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം, ജനിച്ചപ്പോൾ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എല്ലാം കൈപ്പിടിയിലിരിക്കുന്ന ഒരാളാണ്. ഇവിടെ UP ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസരങ്ങളുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി. അന്നൊന്നും ചെയ്യാതെ വെറുതെ നടന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. പിന്നെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഭാവി പ്രധാനമന്ത്രിയാവുന്നു, നിരന്തരം തോൽവികൾ ഏറ്റുവാകുന്നു. അമേഠി പോലുള്ള മണ്ഡലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചുള്ളിക്കമ്പിനെ കൊണ്ട് നിർത്തി കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ നിർത്തി കഴിഞ്ഞാൽ പോലും ജയിക്കുന്ന മണ്ഡലമാണ് അമേഠി. അവിടെ സ്മൃതി ഇറാനിയോട് തോറ്റ് തുന്നം പാടി വയനാട്ടിലേക്ക് ഓടി വന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. വയനാട് മണ്ഡലത്തിന്റെ ഈ പോപ്പുലേഷനും അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ് ഉള്ള വോട്ട് ബാങ്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് ആര് നിന്നാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിൽ. കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ആര് നിന്നാലും വയനാട്ടിൽ ജയിക്കും. അവിടെ ഒരു മണ്ഡലത്തിൽ വന്ന് ഒളിച്ചോടി വന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കിടയിൽ ഇരുന്നാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എനിക്കങ്ങനെ ഫോളോവേഴ്സ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ രാഹുൽ ഗാന്ധിയെ പറ്റി സംസാരിക്കുന്നതും വിമർശിക്കുന്നതും നാളെ ഈ പുള്ളിക്കാരനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ അധോഗതിയാണ്. വേറൊരു കോൺഗ്രസ്സുകാരൻ, ഇപ്പൊ ഷാഫി പറമ്പിൽ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യുവാവായിട്ടുള്ള നേതാവാണ്, ഇന്ന് ലോക്സഭയിലുണ്ട്. ഷാഫി പറമ്പിലിനെയൊക്കെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയിരുന്നെങ്കിൽ ഭയങ്കര പെർഫോമൻസ് രാജ്യത്ത് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് തന്നെ ആലോചിച്ച് നോക്കിയേ. പ്രതിപക്ഷ നേതാവായിട്ട് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ വിവരക്കേട് വിളിച്ചു പറഞ്ഞു. അഗ്നിവീറിന്റെ കുടുംബത്തിനും നമ്മുടെ ഇന്ത്യൻ സൈന്യം നഷ്ടപരിഹാരം കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഇന്ത്യൻ സൈന്യം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. ആർമി തന്നെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കള്ളം പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലുള്ള അവസ്ഥകളിലൊക്കെ നിൽക്കുന്ന, ഒട്ടും കഴിവും പ്രാപ്തിയില്ലാത്ത, നന്നായിട്ട് ഒന്ന് സ്റ്റഡി ചെയ്ത് പോലും പാർലമെന്റിൽ പ്രസംഗിക്കാൻ അറിയാത്ത ഒരാളിൽ നിന്നും ഒരാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദുരന്തമായി പോകും നമ്മുടെ രാജ്യം. ഇപ്പൊ ഷാഫി പറമ്പിലിനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. ഷാഫി പറമ്പിലിനെയൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. പക്ഷേ നെഹ്റു ഫാമിലിയിലല്ല പുള്ളിക്കാരൻ ജനിച്ചത്. ബൂത്ത് ലെവലിൽ പ്രവർത്തിച്ചിട്ട് വന്ന ഒരാളൊക്കെയാണ് ഷാഫി പറമ്പിൽ. യുവാവാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള യൂത്ത് അങ്കിളൊന്നും അല്ല ഷാഫി പറമ്പിൽ. എന്നിട്ടും ഷാഫി പറമ്പിലിന്റെ ലോകസഭയിലെ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ലെവലിലൊന്നും എത്താൻ പറ്റാത്തത് പുള്ളിക്കാരൻ നെഹ്റു ഫാമിലി ജനിച്ചില്ല എന്നുള്ള ഒറ്റ കാര്യമാണ്. ഇന്ന് ഞാൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടിരിക്കും, നാളെ പ്രിയങ്ക ഗാന്ധിയുടെ മോനെ വിമർശിച്ചുകൊണ്ടിരിക്കും. രാഹുൽ ഗാന്ധി കുറേയൊക്കെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് മത്സരിക്കും, തോൽക്കും, വീണ്ടും മത്സരിക്കും, തോൽക്കും. അതിനുശേഷം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ മകനാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6-7 വർഷം കൂടെ കഴിയുമ്പോൾ പുള്ളിക്കാരനും ഭാവി പ്രധാനമന്ത്രിയാവും. ഇതുപോലൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇവിടെ കുടുംബാധിപത്യമാണ് നിലനിൽക്കുന്നത്. സംവരണം കിട്ടിയ ഒരു അവസ്ഥയാണ്. നെഹ്റു ഈ രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് വെച്ചാൽ വർഗീയ പാർട്ടികളോടൊപ്പം എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് മത്സരിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടതല്ലേ ഈ അഴിമതി കേസിലും കാലിത്തിന്റെ കുംഭോണ കേസിലൊക്കെ ജയിലിൽ കിടന്ന പരോളിൽ ഇറങ്ങി വന്ന ലാലു പ്രസാദ് യാദവിനോടൊപ്പം മട്ടൻകറി ഉണ്ടാക്കിയിട്ടാണ് ഇലക്ഷനിൽ നേരിട്ടത് രാഹുൽ ഗാന്ധി. അഴിമതിക്കാരോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഇലക്ഷൻ നേരിടുക. അല്ലാന്നുണ്ടെങ്കിൽ ശിവസേന പോലുള്ള അല്ലെങ്കിൽ ഈ നാഷണൽ കോൺഫറൻസ് പോലുള്ള കാശ്മീർ പാർട്ടികളൊപ്പം ചേർന്ന് നിന്നൊക്കെ ഇലക്ഷൻ നേരിടുക. ഇപ്പൊ കാശ്മീർ നമ്മൾ കാണുന്നത് ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെ എന്റെ വാക്യമായി പറയുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്ത് പറയുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയോടൊപ്പം പോയി കൈകൊടുക്കുക, തീവ്രവാദത്തെ കേരളം തിരിച്ച് രാജ്യത്ത് കൊണ്ടുവരിക, കല്ലെറിയുന്ന പരിപാടി തിരിച്ചു കൊണ്ടുവരിക, അവിടെ ഇവിടെ ഭീകരാക്രമണം നടത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിൽ എത്തിക്കുക. അപ്പം ഇതുപോലൊരു നെപ്പോക്കിട്ടിനെ തീർച്ചയായിട്ടും നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കും. മോദിയെ വിമർശിക്കില്ല, പിണറായി വിമർശിക്കില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മളതൊക്കെ പറയാറുണ്ട്, നമ്മുടെ വീഡിയോയിൽ അവൈലബിളുമാണ്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. മണിപ്പൂർ വിഷയത്തിലൊക്കെ മോദിയെ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്ത് ഇനിയും
രാഹുൽ ഗാന്ധി വിമർശിച്ചുകൊണ്ടിരിക്കും. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തും. എന്നിട്ട് എന്ത് സംഭവിച്ചു? 10 വർഷം ഭരിച്ച സർക്കാരിനെ മറിച്ചിടാൻ പോലും സാധിക്കാതെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയപ്പോൾ ഐ എം ഹാപ്പി എന്നുള്ള രീതിയിൽ അടിച്ചു പൊളിച്ചിരിക്കുന്ന ഒരാളെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ മത്സരിച്ച് വന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടുമെന്ന് ഉള്ള ഒരു പേരിലൊക്കെയാണെന്ന് എനിക്ക് തോന്നിപ്പോയെന്നൊരവസ്ഥ. അപ്പം രാഹുൽ ഗാന്ധി അല്ലാതെ വേറൊരാൾ വന്നായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ചിലപ്പോൾ അധികാരത്തിലിരുന്നതിനെ. 10 വർഷം രാഹുൽ ഗാന്ധി അല്ലാതെ ബൂത്ത് ലെവലിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഏതെങ്കിലും ഒരു നേതാവിനെ പിടിച്ച് ആ സ്ഥാനത്തിരുത്തിയിരുന്നെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ കോൺഗ്രസ് രാജ്യം ഭരിച്ചേനെ. ഈ നെപ്പോ കിട്ടുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ അതിൽ തകർന്നു പോകുന്ന ഒരാളിൽ ഒന്ന് ഞാനാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഭയങ്കര പേടിയിരിക്കണം. നെപ്പോ കിഡ്സിനെ സ്വീകരിക്കുന്ന, നെപ്പോ കിഡ്സിന് വേണ്ടി വാദിക്കാൻ നമ്മളെ കിട്ടില്ല. അതൊരു പേജ് കാണുന്നവർ ഫോൺ